ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നിലവിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ളൊരു മനോഭാവം കൂടി നമുക്കറിയാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി ആലോചിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളത്. Rest and rejuvenate, throat chakra, material harvest, victory and success, emotional withdrawal, and disruption. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി മറ്റൊരു കാര്യത്തിൻ്റെ പിന്നാലെ പോയിരിക്കുന്നൊരവസ്ഥയാണ്, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ശ്രദ്ധ, ഫോക്കസ് മറ്റൊരു കാര്യത്തിന് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ഫോക്കസിലേക്ക് കൂടുതൽ കൂടുതൽ പോകുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്കിടയിലുള്ള അകലം കൂടി വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. മാത്രമല്ല ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ല. പ്രോപ്പറായിട്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു സംസാരമോ കാര്യങ്ങളോ നടക്കാത്തൊരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കൂടുതൽ വ്യക്തികളും ചിലപ്പോൾ അവരുടെ ഒരു ഫിനാൻഷ്യലി ഉള്ള ഒരു സൈഡ്, അല്ലാന്നുണ്ടെങ്കിൽ വളരെ സെൽഫിഷായിട്ട് അവരുടെ മാത്രം ഒരു ഫ്യൂച്ചർ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിന് കൂടുതലൊരു പ്രാധാന്യം കൊടുക്കുന്നു. ചിലരാണെന്നുണ്ടെങ്കിൽ അവരുടെ കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കായിരിക്കും. അപ്പോൾ ആ ഒരു ഫോക്കസിന് വേണ്ടിയിട്ട് അവർ പതിയെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കംപ്ലീറ്റ്ലി ഒരു സൈലൻസ്, ആ ഒരു മോഡിലായിരിക്കാൻ പോകുന്നത്. കാരണം ഇവിടെ ഇവർ പ്രത്യേകിച്ച് ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. കാരണം അവരുടെ ഒരു ശ്രദ്ധ മറ്റൊരു കാര്യത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയൊരു ഫോക്കസ് കൊടുക്കാതിരിക്കുന്നൊരവസ്ഥ. ചിലവരുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിൽ പതിയെ ആ ഒരു സൈലൻസിൽ വന്ന് ഒരു അവസാനം വരുമ്പോഴത്തേക്കും ഒന്നും ഇല്ലാത്തൊരു രീതിയിലേക്ക്, ഒരു ശൂന്യതയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. പതിയെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നത് കൂടി വന്നിട്ട് അതൊരു നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക്. അപ്പോൾ അത് നമുക്കിവിടെ കാണാം. ആ ഒരു ഇമോഷണൽ വിഡ്രോവൽ പോലെ ഒക്കെ, അതായത് ഇമോഷൻസ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം പിൻവലിച്ചിരിക്കുന്ന ഒരവസ്ഥ. സ്വന്തം കാര്യത്തിലേക്ക് കൂടുതലൊരു ഫോക്കസ് കൊടുത്തിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു സേഫ് സോൺ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സെൽഫിഷ്നെസ് നമുക്ക് അവിടെ തീർച്ചയായിട്ടും കാണാം. അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിലുള്ള ആ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ള ഫോക്കസ് കുറഞ്ഞു നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ളൊരു തടസ്സം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഡിസ്ട്രക്റ്റ് ചെയ്ത് കളയാൻ പോലും ഉള്ള പാകത്തിന് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതൽ റെസണേറ്റ് ആവുന്നതെന്ന് തന്നെ പറയാം. അപ്പോൾ ചില കേസിൽ നമുക്ക് കാണാം സെപ്പറേഷനും കാര്യങ്ങളൊക്കെ പല കാര്യങ്ങൾ കൊണ്ട് ഒരു റിലേഷൻഷിപ്പിൽ കയറി വരാറുണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിരിക്കുന്നതുകൊണ്ട് ആഗ്രഹം ഉണ്ടെങ്കിലും വരാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതിനെ പേടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് വരുന്ന എന്ത് കാര്യവും തേർഡ് പാർട്ടി തന്നെയാണ്. അത് ഫിനാൻഷ്യലി ആയാലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് സംഗതിയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അകൽച്ച മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ അവർ നമ്മളിവിടെ പറഞ്ഞതുപോലെ കുറച്ചും കൂടി സെൽഫിഷായിട്ട് അവരുടെ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൻ്റെ പുറകെ പോകുന്നത് കൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നൊരു കാര്യം എന്താണെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റി. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൻ്റെ ഒരു മനോഭാവം എന്താണ്. ഈ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി വേണ്ടെന്ന് വെച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ, എന്താണ് അവരുടെ ഒരു നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടുള്ള ഒരു മനോഭാവം എന്നുള്ളത് കൂടി നമുക്കറിയാം.
Star, King of Swords, Page of Swords, Justice, Ace of Wands, Ten of Coins, Ten of Wands, Nine of Coins, Five of Swords, Three of Swords, Six of Coins, Queen of Wands, Three of Coins, Six of Cups, and Nine of Cups. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഹീലാവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഹീലാവാനായിട്ട് ആഗ്രഹിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പാസ്റ്റിൽ നടന്നിട്ടുള്ള ചില ഇൻസിഡൻസ് ആയിരിക്കാം. അവർക്ക് വേദനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതൊരു മുറിവായിട്ട് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് ഒരു ഹീലിങ്ങിലേക്ക് കൊണ്ടെത്തിക്കാനാണ് അവർ നോക്കുന്നത്. എന്നാലും മറ്റൊരു തരത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു പ്രതീക്ഷ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു എനർജിയും നമുക്ക് ഈ ഒരു പേഴ്സണിൽ കാണാം. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ വളരെയധികം ഒരു സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. നമുക്കിവിടെ ഭയങ്കരമായിട്ടൊരു ഇമോഷണലി അറ്റാച്ച്ഡ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ നേരത്തെ ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ നോക്കിയപ്പോൾ ഇമോഷണൽ വിഡ്രോവൽ എനർജിയൊക്കെ നമ്മളവിടെ കണ്ടതാണ്. എന്ന് പറയുന്നത് പോലെ ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊന്നും ഈ ഒരു പേഴ്സൺ എക്സ്പ്രസീവ് ആക്കാതെ വളരെയധികം ഒരു സ്റ്റബേൺഡ് രീതിയിൽ പോകുന്നു. വളരെ ഒരു ലോജിക്കലി അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഒക്കെ മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ്. ഇമോഷൻസ് ഉണ്ടെങ്കിൽ പോലും അത് കാണിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയിൽ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പരസ്പര വിശ്വാസക്കുറവോ ഒരു ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ സംഭവിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഹേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ചതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഒരു എനർജി ചിലപ്പോൾ ഒരുപാട് പേർക്കൊന്നും റെസനേറ്റ് ആവണമെന്നില്ല. വളരെ കുറച്ച് ആളുകൾക്ക് ചിലപ്പോൾ റെസനേറ്റ് ആവാനായിട്ട് സാധ്യതയുള്ളൂ. കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു പേഴ്സണ് തോന്നുന്നത് നിങ്ങൾ അവരെ ഹേർട്ട് ചെയ്തു എന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് നല്ലതുപോലെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഹീലിങ്ങിലേക്കൊക്കെ പോകാനായിട്ട് ശാന്തതയിലേക്ക് പോകാനായിട്ടൊക്കെ അവർ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ഫിനാൻഷ്യലിയോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതലായിട്ടൊരു ശ്രദ്ധ കൊടുത്ത് അല്ലെങ്കിൽ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് പോകുന്നത് തന്നെ ഈ പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്നും അവർക്കൊരു മനഃശാന്തിയോ സമാധാനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കാൻ നേരത്ത് നിങ്ങളോട് സംസാരിച്ചില്ല, കറൻ്റ്ലി തീർത്തും നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും മാറി നിന്ന് നിങ്ങളെ അവർ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ടിവിറ്റീസ് നോക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ നോക്കുമ്പോഴും നമുക്കിവിടെ ഒരു സംശയത്തിൻ്റെ നിഴലും അപ്പോഴും കാണാം. ഒരുപക്ഷെ മാറി നിന്ന് നമ്മൾ പഠിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിലും അവരില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിന് വേണ്ടിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ട്രസ്റ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാനായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ അവർ തീർച്ചയായിട്ടും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവരുടെ എനർജിയിൽ ഇവരാണ് കൂടുതലൊരു പെയിൻ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ചിലപ്പോൾ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും അവർ ചിന്തിച്ചിരിക്കുന്നത് നിങ്ങളൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോട് നമ്മൾ പറഞ്ഞ പോലെ ഇമോഷൻസ് കാണിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ വളരെ തീവ്രമായിട്ട് അവരുടെ മനസ്സിനകത്ത് നിങ്ങളിപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ അത്രയും ചിലപ്പോൾ സ്നേഹത്തോടെ കൊണ്ടു നടന്ന ഒരു വ്യക്തിയായിരിക്കാം. അവരുടെ ലൈഫിൽ അത്രയും ചിലപ്പോൾ ആരെയും ഈ ഒരു പേഴ്സൺ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവില്ല. അതുപോലെയൊക്കെ നിങ്ങളോടൊപ്പം ഒരു സമയം തരികയും അല്ലെങ്കിൽ നിങ്ങൾ വളരെ എന്താ പറയുക ഒരു ഫാമിലി മെറ്റീരിയലാണ് എന്നൊക്കെ തോന്നിയിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ്. പക്ഷേ ഈ പറഞ്ഞൊരു കാര്യം അവരുടെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതാണ് ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാനായിട്ട് കഴിയുന്നത്.
ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ക്ലാരിറ്റി വളരെ പ്രധാനപ്പെട്ടതായിട്ട് അവർ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്നോ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം വിശ്വസിക്കാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുള്ളൊരു സത്യാവസ്ഥ അറിയാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കാണാം. അതായത് അവർക്കൊരു ജസ്റ്റിസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു പിഴവ് പറ്റിയിട്ടുണ്ടെന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ കൂടുതലും മറ്റൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് ആ ഒരു എനർജി ഇവിടെയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവർ ഒരു ഏഹ്, എന്താ പറയുക, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നൊരവസ്ഥ. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു മാനസികാവസ്ഥയും കാര്യങ്ങളും വെച്ചിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ ലൈഫിൽ കൂടുതലായിട്ട് അവരുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം. അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയുക, നമ്മൾ സൊസൈറ്റിയിൽ ഒരു ഉയർന്ന നിലയിൽ എത്തുക എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന ഒരു എനർജിയിലേക്ക് നോക്കിക്കാണുന്ന ഒരു പേഴ്സണും കൂടിയാണ്. ഇപ്പോൾ കറൻറ്റ്ലി നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ അവർ ആ ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നൊരു എനർജിയൊക്കെ കാണാം. അതായത് ഒന്നിനോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സണ് ഉള്ളത്. ചിലപ്പോൾ അവർ വളരെയധികം ആ ഒരു സിംഗിളായിട്ട് അവരുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും മറ്റെല്ലാ കാര്യങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മറന്ന് മുന്നോട്ട് പോകുന്നൊരവസ്ഥയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഒരുപാട് സഫോക്കേഷൻസ് അല്ലെങ്കിൽ സപ്രസ് ചെയ്യാതെ ഇരിക്കാനൊന്നും വയ്യ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കണം എന്നുള്ളൊരു എനർജിയിൽ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞതുപോലെ അവർക്കത് നല്ല രീതിയിലുള്ളൊരു ഹേർട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കാണും. അപ്പോൾ ചിലരെ സംബന്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് സ്വയമേ മുറിവേറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പോലും ഓർക്കാനാവാത്ത ആൾക്കാരുണ്ട്. അതായത് അവരുടെ മനസ്സിൽ തന്നെ അത് കിടക്കും. വീണ്ടും വീണ്ടും എന്തെങ്കിലും ഒരു സംസാരമോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ആദ്യമേ അത് പുറത്തു മറന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി വീണ്ടും എടുക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അത് അവരുടെ ഉള്ളിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് അവർക്ക് പോലും അത് ക്ഷമിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ. ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഉള്ളൊരു വ്യക്തിയായിരിക്കാം. അതായത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കൺവിൻസ് ചെയ്യാനോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഉൾക്കൊള്ളാനാവാതെ ഇരുന്നിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തി. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഓണായിരുന്ന ഒരു സമയത്ത് ഒരുപാട് കൺട്രോളിങ് ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ പൊസസീവായിട്ട് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളിൽ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ടാവില്ല. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സത്യമായിരിക്കാം, പക്ഷെ വിശ്വസിക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യുന്ന ഒരു എനർജിയൊക്കെ ആ ഒരു സമയത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോഴും അവരുടെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ട്. അവരതെല്ലാം ഈ പറഞ്ഞതുപോലെ ഹീൽ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കറൻറ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ചില ക്ലാരിറ്റി കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ മനസ്സിനേറ്റ ഒരു മുറിവും ഇതിനകത്തൊരു പ്രശ്നമായിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ മറ്റൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലേക്ക് അവരുടെ ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം. എന്നാലും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം ഉള്ളത് കൊണ്ട് നിങ്ങളോട് തീർത്തും ഒരു ദേഷ്യമോ കാര്യങ്ങളൊക്കെയാണോ ഈ ഒരു പേഴ്സൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അവരുടെ മനസ്സിനകത്ത് ആ ഒരു താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇമോഷൻസ് ഉണ്ട്. നിങ്ങളോടുള്ള ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അതവർ നിലവിലത്തെ ഒരു എനർജിയിൽ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് കറൻറ്റ്ലി അവർക്ക് അവരുടെ കാര്യത്തിൽ ആണ് കൂടുതലൊരു ഫോക്കസ് ഉള്ളത്. അല്ലെങ്കിൽ ആദ്യം അവരൊന്ന് റിലാക്സ് ആവാനും സ്വസ്ഥമാവാനായിട്ടൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ മെമ്മറീസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് നല്ലതുപോലെ അവർ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ പുറമെ ഇമോഷൻസ് കാണിക്കുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിനിയിപ്പോൾ അങ്ങോട്ട് മിണ്ടാനൊക്കെ പുറകെ നടക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഒരു താല്പര്യമോ അടുപ്പമോ ഒന്നും കാണിച്ചില്ല എന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഈ പറഞ്ഞൊരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ മുന്നിൽ അവർ വളരെ ഒരു സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ സ്റ്റബോൺ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ, വലിയൊരു മനുഷ്യപ്പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തീർത്തും നോ കോൺടാക്റ്റ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നോ കോൺടാക്റ്റിൽ നിന്ന്, അല്ലെങ്കിൽ എങ്ങനെ ഇവർക്ക് ഈ ഒരു സമയം ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഉള്ള ഒരു ക്യാരക്ടർ ഇവർക്ക് ഇവിടെ ഉള്ളതായിട്ട് കാണാം. മാത്രമല്ല ഇവർ കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കണം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഹേർട്ടോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്നൊന്നും അത് മറന്നു പോകാനായിട്ട് സാധിക്കില്ല. ആ ഒരു ഈഗോ തന്നെ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാലും അവരെ തടയുന്നുണ്ടാവാം. അപ്പം അതും നമുക്കിവിടെ ഒരു ഫാക്ടറായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇനി അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, നോക്കിക്കാണുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഒന്ന് പരീക്ഷിക്കുന്ന ഒരു സമയമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവർ മാറി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ പൂർണ്ണമായിട്ട് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ ചിലപ്പോൾ നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അവരെ മറന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ആ ഒരു സംശയവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അത് സത്യമാണോ എന്നറിയാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയും കൂടിയായിരിക്കും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 9 ഓഫ് കപ്സ് എനർജിയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും
തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു വാല്യൂ കൊടുത്തിട്ടുള്ള ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ ആ ഒരു അത്രയും വാല്യുബിൾ ആയിട്ട് ഈ ഒരു പേഴ്സൺ കണ്ടതുകൂടി കൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അവർ കരുതുന്നത് പോലെയുള്ള ആ ഒരു ഹേർട്ടിങ്ങും കാര്യങ്ങളും അവർക്ക് ഉൾക്കൊള്ളാൻ ആവാത്തത് എന്ന് തന്നെ പറയാം. അപ്പോൾ വീണ്ടും ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ അവർ നേരത്തെ നോക്കിക്കണ്ടിരുന്നത് അതുപോലെ തന്നെ ആവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് അവർ ഫസ്റ്റ് എനർജിയിലും ഈ പറഞ്ഞ കാര്യം റിഫ്ലക്റ്റ് ചെയ്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്നത് ഒരു ഹീലിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നു. മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞതുപോലെ അവർക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമായിട്ടും കൂടി അവർ നോക്കിക്കാണുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവുന്നുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരുപാട് പേർക്ക് റെസനേറ്റ് ആവണമെന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചു എന്ന് കരുതുന്ന ഒരു പേഴ്സൺ എനർജിയാണ് ഇതെന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അവരെ തന്നെ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് അവർക്ക് തന്നെ ഒരു ടേക്ക് കെയർ ഒക്കെ കൊടുക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ പിന്നിലുള്ള ആ ഒരു പേഴ്സൻ്റെ മനോഭാവമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആവുന്ന നമ്പർ 16, നമ്പർ 11 ആൻഡ് നമ്പർ 17. ഇനി അതുപോലെ തന്നെ ഇവിടെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ലീബ്ര, സ്കോർപിയോ, ഏരീസ് ആൻഡ് അക്വേറിയസ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാം ഈ ഒരു അവസ്ഥ മാറുമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ അവരുടെ ഒരു ബലംപിടുത്തം അല്ലെങ്കിൽ പിടിവാശി അതൊക്കെ ഒന്ന് ഈ ഒരു സിറ്റുവേഷന് ചേഞ്ച് വരുമോ എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, ലവേഴ്സ് എനർജിയാണ് വന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ കാർഡ്സ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ മാറും എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു സിറ്റുവേഷന് ചേഞ്ച് വരും അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ബലംപിടുത്തം ആയിക്കോട്ടെ തെറ്റിദ്ധാരണ ആയിക്കോട്ടെ അതിനൊരു മാറ്റം വരും എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. കറൻ്റ്ലി ഉള്ളതുപോലെ അവർ വേറെ പല കാര്യങ്ങൾക്കും ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോക്കസ് അല്ലെങ്കിൽ പ്രയോറിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റെസനേറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇപ്പോഴും ഈ ഒരു പേഴ്സണുമായിട്ടൊരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.